ഡിയേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് വട. പരിപ്പ് വട. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുള്ള നല്ല നാടൻ ചായ പലഹാരമായിട്ടുള്ള പരിപ്പ് വടയാണ്. പരിപ്പ് വടയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നൊന്നുമില്ല, കാരണം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ചേരുവകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഏതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് തട്ടുകടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന അതേ രുചിയിൽ നമുക്ക് പരിപ്പ് വട വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഒരു ബെല്ലിൻ്റെ ചിത്രം കാണാം, അതിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പരിപ്പ് വട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ പരിപ്പ് വട തയ്യാറാക്കി എടുക്കുന്നതിനുള്ള പ്രധാന ചേരുവയായിട്ടുള്ള പരിപ്പ് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2-3 മണിക്കൂറിനടുത്ത് വെള്ളത്തിൽ കുതിർത്തി പിന്നീട് വെള്ളം വാർന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് എടുക്കുന്ന സമയത്ത് പരിപ്പ് വടക്ക് ഏറ്റവും രുചി കിട്ടണമെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ വടാ പരിപ്പ് എന്ന് തന്നെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇനി പുറത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മട്ടർ ദാലിനോ അല്ലെങ്കിൽ യെല്ലോ സ്പ്ലിറ്റ് ദാൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു പരിപ്പ് വെച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് കിട്ടുക. കടലപ്പരിപ്പും തൂരപ്പരിപ്പൊക്കെ വെച്ചിട്ട് പകുതിയൊക്കെ ആയിട്ട് ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുക നമ്മുടെ ഗ്രീൻ പീസിൻ്റെ ആ ഒരു പരിപ്പ് വെച്ച് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ 1 കപ്പ് വെച്ചിട്ടുള്ളൊരു കണക്കാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പരിപ്പ് ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പിൽ നിന്നും പകുതി ഭാഗം എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. മുഴുവൻ ഒരുമിച്ചിട്ടിട്ട് ഒരിക്കലും നമ്മൾ അരച്ചെടുക്കരുത്. പകുതി ഭാഗം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപ്പ് വട ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതങ്ങ് പൊട്ടിപ്പോകുന്നത് പോലെ ആകും. പൊട്ടും വെള്ളം ചേർക്കാതെ നമ്മുടെ മിക്സിയുടെ റിവേഴ്സ് ബട്ടൺ, അതായത് വിപ്പ് ചെയ്യുന്ന ഒരു ബട്ടൺ ഇല്ലേ, അത് വെച്ചിട്ടൊന്നും അരച്ചെടുത്താൽ മതി. അപ്പോൾ പാകം നോക്കുന്നത് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുക. അതായത് നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാകമായിരിക്കണം. ചെറിയ പരിപ്പിൻ്റെ കഷ്ണങ്ങളോട് കൂടി തന്നെയാണ് നമ്മൾ പരിപ്പ് വടക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കുന്നത്. ഇത് നമുക്കൊരു ബൗളിനകത്തോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പരിപ്പും ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും ഒത്തിരി സ്മൂത്ത് പേസ്റ്റ് ആകുന്ന രീതിയിൽ ഒരിക്കലും അരച്ചെടുക്കരുത്. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത്, ഞാനൊരു 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇതിനകത്തോടെ കുറച്ച് പച്ചമുളക്, ഞാനിപ്പോൾ ഒരു വലിയ പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഞാനിപ്പോൾ എണ്ണം പറയുകയാണെങ്കിൽ ഒരു 15 എണ്ണത്തിനടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കനം കുറഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയുള്ളിക്ക് പകരം സവാള ചേർത്ത് കൊടുത്താൽ ഈ ഒരു രുചി കിട്ടില്ല. അപ്പോൾ ഒട്ടും നിങ്ങളുടെ കയ്യിലില്ല, അവൈലബിൾ അല്ല എന്നാണെങ്കിൽ മാത്രം സവാള ചേർക്കുക. അതല്ലെങ്കിൽ ചെറിയുള്ളി വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. കൂടെ തന്നെ കുറച്ച് വലിയൊരു കഷ്ണം ഇഞ്ചിയും 2 വറ്റൽമുളകും കൂടി ഒന്ന് കുത്തി ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. അതൊക്കെ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടിച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. നല്ല ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഒരു 2-3 പിഞ്ച് മാത്രം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ പരിപ്പുമായിട്ട് യോജിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് കുഞ്ഞു ഉരുളകളാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ ഷേപ്പ് ഒന്ന് നമുക്ക് ചായക്കടയിൽ കിട്ടുന്നത് പോലെ തയ്യാറാക്കിയെടുക്കാൻ ഒരു കൈവെള്ളയിലോട്ടേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം മറ്റേ കൈപ്പത്തി കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു മുകൾ ഭാഗം നന്നായിട്ടൊന്ന് പൊങ്ങിയ രീതിയിലും ഇതിൻ്റെ പിറക് വശങ്ങളില്ലേ, നമ്മൾ ആ വാങ്ങിക്കുന്ന പരിപ്പ് വട എപ്പോഴും മുകൾ ഭാഗം കുറച്ചൊന്ന് പൊങ്ങിയ പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഇത് മുഴുവൻ അപ്പോൾ തന്നെ പരത്തി വെക്കേണ്ട ആവശ്യമില്ല. എണ്ണയിലോട്ടേക്ക് ഫ്രൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ആവശ്യാനുസരണം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായത് വന്നതിന് ശേഷം ചെറുതായിട്ട് ഒരു ഉരുളി ഒന്നിട്ട് നോക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം വേണം നമ്മൾ പരിപ്പ് വട ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം റെഡിയാക്കിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു പ്രശ്നം പെട്ടെന്ന് ബ്രൗൺ കളറിലോട്ടേക്ക് മാറും. ഉൾഭാഗം ഒട്ടും തന്നെ വെന്ത് കിട്ടില്ല. അപ്പോൾ ഞാൻ 2 എണ്ണം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വലിയ കടായിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 2, 3, 4 എണ്ണമൊക്കെ ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. 2 സൈഡും തിരിച്ചിട്ടിട്ട് ആ ഒരു ചെറിയൊരു കളർ മാറി വരുന്നത്, ആ ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ആ ഒരു കളർ അറിയാമല്ലോ, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ
ഇതുപോലെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പരിപ്പ് വട ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ സവാള ഉപയോഗിക്കുന്നതിന് പകരം ചെറിയുള്ളി തന്നെ ചേർത്ത് നമ്മുടെ വറ്റൽമുളകൊക്കെ ചതച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ശരിക്കും നമ്മൾ ചായക്കടകളിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.